ചാനൽ. ഇന്ന് ഞങ്ങള് റിയമോളുടെ ബർത്ത്ഡേ പ്രമാണിച്ച് ഞങ്ങൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. ഇപ്പം കുറച്ച് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നല്ല 1-2 ഫോട്ടോസൊക്കെ എടുത്താൽ നന്നായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഇന്ന് പോവാണ്. ഇപ്പം ഏകദേശം 4 മണിയൊക്കെ ആവാറായി. പിന്നെ ഇപ്പോൾ ചൂടൊക്കെ കുറയുമല്ലോ. അപ്പോൾ 2-3 സ്പോട്ടൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകാം കേട്ടോ. 2-3 കോസ്റ്റ്യൂമൊക്കെ മാറി ഇട്ടിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചു. ഹായ്, ഇതാണ് റിയമോളുടെ ഫസ്റ്റ് ഡ്രസ്സ്. ഇതിൽ റെഡ് ആയിട്ടാണ് കാണുന്നത് തോന്നുന്നുണ്ട്, പക്ഷെ അത് ശരിക്കും മെറൂൺ ആണ് കേട്ടോ. മെറൂൺ ആണ് ഡ്രസ്സ് ഫസ്റ്റ്. ഇതൊരു ഫ്രോക്ക്. ഇനി ഇതുപോലെ ഇനി ഒരു ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഇതൊന്നും ഒരു പിങ്ക് കളർ. ഇത്രയുണ്ട്. ഇതാണ് അമ്മ ഇന്ന് സാരിയൊക്കെ ഉടുത്ത് കണ്ട്. 2 വണ്ടി പോന്ന 2 വണ്ടിയിൽ പോകാൻ തീരുമാനിച്ചു. അപ്പൊ ആദ്യമേ 2 വണ്ടി പോവാന്ന് പറഞ്ഞല്ല, പിന്നെന്തിപ്പം അങ്ങ് പോ. അല്ല, ഞാൻ വിചാരിച്ചു 2 വണ്ടി വെറുതെ പെട്രോൾ വേണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, റിയമോള് തുപ്പി കളിക്കുന്ന തുപ്പി. പല പരിപാടി വേഷം കെട്ടുകളാണ് ഇപ്പം റിയമോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വയസ്സ് കൂടി വരുന്നോറും വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഡിക്കിക്കകത്ത് കയറാതെ പോകും. ഇവരെല്ലാരും ഡിക്കിക്കകത്ത് പോകാൻ പറ്റുള്ളൂ. വാവച്ചിയെ പ്രേതത്തിനെ പോലെ ഒരുങ്ങിയിരിക്കുകയാണ്. എല്ലാരും കാണുക. അത് ഞാൻ പറയാൻ മറന്നുപോയി. വാവച്ച് തലമുടി സ്ട്രെയിറ്റ് ഒക്കെ ചെയ്ത് മറ്റേ ഡ്രൈവറൊക്കെ വെച്ച് അടിച്ച് ഇന്നലെ പാതിരാത്രി 12 മണിക്ക് അത് മേടിക്കാൻ പോയി. അയ്യോ, അങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ പണ്ടേ സുന്ദരിയാ. പിന്നെ നിനക്കിത് നീ അങ്ങനെ ആവുമ്പോഴേ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോ നിനക്ക് സങ്കടം വരണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഒരു പിങ്ക് ഒരു അമ്മച്ചിയുടെ ഡ്രസ്സ് ഞാൻ ഇടാത്തോണ്ട് പിണങ്ങിയിരിക്കണം. ഞാൻ ആ ഡ്രസ്സ് നിങ്ങൾക്ക് ഒരു ഇട്ട് കാണിച്ചു തരാം. ഞാൻ ശരിക്കും അമ്മച്ചിയെ പോലെ ഇരിക്കാൻ നോക്കിയിട്ട് പറയാം. ഇതിട്ടപ്പോ പിന്നെ കുഴപ്പമില്ല. പിന്നെ വേറെ ഡ്രസ്സ് കൂടെ ഉണ്ട്. ഇതിനകത്ത് മാറ്റി വാടി. ഞാനൊരു കുട്ടിയുടെ അമ്മയാണ്. ഓക്കെ, പക്ഷെ എന്നെ കണ്ടാൽ പറയോ ഒരു കുട്ടിയുടെ അമ്മയാണെന്ന്? 1 വയസ്സുള്ള കൊച്ചുള്ള 1 വയസ്സുള്ള ഒരു കൊച്ചുണ്ടെന്ന് പറയും. എന്നെ കണ്ടാ പറയൂല. പറയും. ഇവരെ കണ്ടാ പറയും. 30 വയസ്സ് കഴിഞ്ഞു. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഇൻ മൈ 20s, you know. I'm still in my 20s. ഇല്ല, അതാണ് still in my 20s. He is in his 30s. അപ്പൊ ഓക്കെ, നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അതായിരിക്കും നല്ലത്. നമ്മുടെ ലൊക്കേഷനിൽ ചെറിയൊരു ചേഞ്ച്. ആദ്യം നമ്മൾ റംസിൽ പോയി എടുക്കാന്നാണ് വിചാരിച്ചത് കേട്ടോ. പക്ഷെ ഇതിപ്പോ നമ്മളിവിടെ ഒരു കോർണിഷിന്റെ അടുത്തുള്ള ഒരു പാർക്കിലാണ് വന്നേക്കണ്ടേ. അപ്പം റംസിൽ പോകുമ്പോൾ മെറൂൺ ഇടണം എന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പൊ ഇപ്പൊ ഇവിടെ കോർണിഷിലാണ് വന്നേക്കുന്നത്. അത് കാരണം നമ്മൾ ഡ്രസ്സ് മാറ്റുകയാണ്. പുള്ളിക്കാരിക്ക് ഈ ഡ്രസ്സ് ഇഷ്ടമല്ല, ഈ ഫ്രോക്ക്. അത് കാരണം ഭയങ്കര കരച്ചില്ല. ഇനിയിപ്പം ഇട്ട് കഴിയുമ്പോൾ അതിൽ കുറെ ഇങ്ങനെ തൂവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഡ്രസ്സിൽ, ഇവിടെ ഈ ഒരു സൈഡിലായിട്ട്. അതൊക്കെ ഇപ്പൊ വെട്ടി കളഞ്ഞിട്ടാണ് കൊണ്ട് വന്നേക്കണത്. ഇനിയിപ്പൊ ഇടുവാവോ? ഇടുവായിരിക്കും. ഇടുവോടാ? ഇടുന്നുണ്ട്. ഇട്ടു. തൂവലൊന്നും ഇല്ലാത്തോണ്ട് വലിയ കുഴപ്പമില്ല. താഴത്തെ 2 തൂവൽ ഞാൻ വെട്ടിയില്ലടി. കുഴപ്പമില്ലല്ലേ? മതി. അപ്പൊ ശരി, അവരൊക്കെ അങ്ങ് അകത്തേക്ക് പോയി. നമ്മൾ പെട്ടെന്ന് ഡ്രസ്സ് മാറ്റാനുള്ള ആക്രാന്തത്തിൽ പെട്ടെന്ന് മാറ്റായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് ഡ്രസ്സ് മാറ്റി. അയ്യോ, അപ്പൊ എനിക്ക് ഈ ഡ്രസ്സ് മാറ്റണം കേട്ടോ. ഞാൻ ഡ്രസ്സ് മാറ്റിട്ട് വരാം. ഞാനും അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി വന്നു കേട്ടോ. ഞങ്ങൾ 2 പേരും വൈറ്റ് ഇട്ടു. പിന്നെ അവൾക്ക് പിങ്ക് തന്നെയാണ്. ഞങ്ങൾ പിന്നെ എല്ലായിടത്തും ഈ വൈറ്റ് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഇട്ടപ്പോൾ നല്ല രസമുണ്ട്. പുറത്തിറങ്ങിയപ്പം ഫോണൊക്കെ എടുത്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. അത് കാരണം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അത് തന്നെ ഇടാമെന്ന്. ഇതാണ് പാർക്ക് കേട്ടോ. നല്ല കാമൻ ക്വയറ്റ് പാർക്കായിരുന്നു. അങ്ങനെ അധികം ആളുകളൊന്നുമില്ല. 1 ഫാമിലിയോ 2 ഫാമിലിയോ അങ്ങാണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയായിരുന്നു. അപ്പം പിന്നെ അധികം തിരക്കൊന്നും ഇല്ലാത്ത നമുക്ക് പീസ്ഫുള്ളായിട്ട് ഫോട്ടോസൊക്കെ എടുക്കാമല്ലോ. റിയമോൾ ആദ്യമൊക്കെ ഒന്നിങ്ങനെ കരഞ്ഞ് ചിണിഞ്ഞൊക്കെ നിന്നെങ്കിലും പിന്നെ ആളങ്ങ് നല്ല സെറ്റായി, നല്ല മൂഡിലായി. കുറേ നല്ല ഫോട്ടോസൊക്കെ കിട്ടി. ഞങ്ങളെല്ലാവരും ഇതവിടെ പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. ഞാനും ഇവിടെ ഉണ്ട് കൂട്ടത്തിൽ. അവിടെ കൊച്ചിൻ്റെ ഫോട്ടോ എടുക്കാൻ വന്നിട്ട് അവിടെ വാവച്ചിയുടെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. വാവച്ചി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് വന്ന്. റിയമോൾ കുറേ നേരമായിട്ട് വിളിക്കണ്. റിയമോളെ കുഞ്ഞെവിടെ പോയി? കുഞ്ഞെവിടെ പോയി? റിയമോൾ മൊത്തം അയ്യോ, ഞങ്ങൾ ഡാൻസ് കളിച്ച് ഞങ്ങൾ ക്ഷീണിച്ച് വേർത്ത് കുളിച്ച്.
റിയമോള് കണ്ടോ, ഞങ്ങളിങ്ങനെ എടുത്ത ഫോട്ടോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരിക്കും കാണണം എന്നിങ്ങനെ ഇത് കാണിച്ചിട്ട് ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുത്തു. ഫോട്ടോയൊക്കെ കണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. വല്ല മനസ്സിലായിട്ടാണോ എന്ന് ദൈവത്തിന് തന്നെ അറിയാം. ഇനി ഫോട്ടോസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് ഇതാ അടുത്ത് ബീച്ച് സൈഡ് ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നേക്കാണ്. റിയമോൾ എങ്ങനെയുണ്ട്? റിയമോളുടെ ഈ അറ്റാനുള്ള ഫോട്ടോസ്. അയ്യോ, ഇവിടെ ഈ തലയിൽ ഇങ്ങനെ ഇത് വെക്കണത് ഇവർക്ക് ഇഷ്ടമല്ല കേട്ടോ. ഓ, ഇളക്കി എടുത്ത്. ഏഹേ, ഞങ്ങള് കോസ്റ്റ്യൂം ചേഞ്ചും ചെയ്യാനല്ല, ഞങ്ങൾ ആ വെള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെ കുറച്ച് ഫോട്ടോസ് ഒക്കെ അവിടെ വെച്ച് എടുത്തായിരുന്നു. അയ്യോ, ഭയങ്കര പാടാട്ടോ ഈ പിള്ളേരെ വെച്ച് കൊച്ചിനെ വെച്ച് ഫോട്ടോ എടുക്കാൻ. ഇവള് കോപ്പറേറ്റ് ചെയ്താലല്ലേ പറ്റുള്ളൂ. പിന്നെ അമ്മയുടെ സിംഗിൾ ഫോട്ടോ എടുത്ത് അടിപൊളിയായിരുന്നു. എല്ലാം ഞങ്ങൾ പോസ്റ്റ് ചെയ്യാട്ടോ. ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങളെ ഫോട്ടോസ് ഒക്കെ അടിപൊളിയായിരുന്നു. ഓ, ഞാൻ സെറ്റായിരുന്നു, സൂപ്പറായിരുന്നു. ഓ, ഇതാണ് ഇവിടെ എവിടെ ഇത് കാണൂ. ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത് ഫോട്ടോ എടുക്കാൻ പോകണ്ടേ. അവിടെ കടലിൽ അവിടെ നിന്നിട്ട് ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് ആൾക്കാര്. കാണിച്ചു തരാം, ബ്രൈറ്റ്നസ് കൂട്ടി കാണിച്ചു തരാം. കൊള്ളാല്ലേ, കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ വാവച്ചിയുടെ കുറെ സിംഗിൾ ഫോട്ടോസ് ഒക്കെ എടുത്ത് കണ്ടല്ലോ. അമ്മ സെറ്റായിരുന്നു. അമ്മക്ക് ഈ സാരി ബർത്ത്ഡേക്ക് കൊടുത്താൽ മതിയായിരുന്നാണ് അമ്മ പറയുന്നത്. റിയമോക്ക് പിന്നെ ഞങ്ങൾ അവിടെ നിർത്തിയ സ്ഥലമൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾക്ക് സിംഗിൾ ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കടലിൻ്റെ സൈഡിലേക്ക് പോയി. അവിടെ പോയിട്ടും അത് തന്നെയാണ് അവസ്ഥ. തിരമാലയൊക്കെ വന്ന് കാലിലടിച്ചപ്പോഴത്തേനും ഭയങ്കര കരച്ചിലായി. പിന്നെ ഞങ്ങൾ അവളെല്ലാം ഓരോരുത്തരായിട്ട് മാറി മാറി ഇങ്ങനെ എടുത്ത് വെച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അതല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു. അവൾ നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല. ഭയങ്കര കരച്ചിലായിരുന്നു, ഭയങ്കര മൂടിയായിരുന്നു. ഉറങ്ങാൻ പറ്റിയില്ല. അവൾ ഉറങ്ങുന്നൊരു സമയമായിരുന്നു ഇത്. അപ്പോൾ അത് കാരണം മേ ബി അതുകൊണ്ടായിരിക്കും. ഇവിടെയായിരുന്നു ഞങ്ങളുടെ അടുത്ത ഫോട്ടോ സെഷൻ. ഇതിപ്പോൾ അതായത് നമ്മുടെ ഈ റോഡിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ സ്ഥലത്തിന് എന്താ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ സൈഡിലായി നമ്മുടെ ഈ പൂക്കളല്ലല്ലോ, അതെന്താ ഇങ്ങനെ പഞ്ഞി പോലത്തെ ഒരു സാധനമില്ലേ, അതുപോലത്തെ ഈ ചെടികളായിരുന്നു രണ്ട് സൈഡിലും. അപ്പോൾ ഇതിങ്ങനെ ഒരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ നടുക്ക് നിന്നിട്ട് എടുക്കാം, ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവളിപ്പോൾ ബ്ലാക്ക് അല്ലേ ഇട്ടിരുന്നേ. ബ്ലാക്ക് ഇട്ടിട്ട് അങ്ങനെ നല്ല ഫോട്ടോസൊന്നും കിട്ടാത്ത കാരണം ഞങ്ങൾ ഓർത്തു ഇവിടെ നിന്നും ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അത് കഴിഞ്ഞ് പിന്നെ മെറൂൺ ഡ്രസ്സിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ വന്ന സമയത്ത് ഏകദേശം ഈ ഒരു ലൈറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വാവച്ചിയായിരുന്നു ലൈറ്റ് അസിസ്റ്റൻറ്റ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ മാറി എടുത്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷേ ആ പുള്ളിക്കാരത്തേക്ക് ഉറക്കം ശരിയാവാതെ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ വന്ന സമയത്ത് കാറിലൊരു 10 മിനിറ്റ് ഉറങ്ങാൻ കിട്ടിയതുകൊണ്ടായിരിക്കും ആദ്യം ഒന്ന് ഒരു മൂഡ് ഓഫ് ആയിരുന്നെങ്കിലും പിന്നെ അങ്ങ് കുറച്ച് കഴിഞ്ഞപ്പോൾ സെറ്റായി. പക്ഷേ എന്നാലും അവൾ സിംഗിൾ ഫോട്ടോസൊന്നും എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ നിന്ന് മാറുന്നേ ഇല്ലായിരുന്നു. ഓണത്തിനിടയിൽ പുട്ടുകച്ചവടം എന്ന് പറയുന്നത് പോലെ ഞാനിവിടെ റിയമോക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുന്ന സമയത്ത് വാവച്ചി അവളുടെ കുറേ സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏകദേശം ഈ ഒരു സമയമൊക്കെ ആയപ്പോഴത്തേനും റിയമോളൊന്ന് സെറ്റായി. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തറയിൽ നിർത്തിയപ്പം നിൽക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെയായിരുന്നു ലാസ്റ്റ് ഇങ്ങനെ ഷൂട്ട്. അപ്പോൾ അത് കാരണം പിന്നെ നേരവും വൈകുന്നുണ്ടായിരുന്നു. പിന്നെ അവൾ കോപ്പറേറ്റും ചെയ്യുന്നില്ല. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് ഫോട്ടോസൊക്കെ കിട്ടിയത്. പക്ഷേ കുറേയൊക്കെ നല്ല 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 ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ചേട്ടൻ നല്ല ക്ഷമയോടെ നല്ല ക്ഷമ വേണമായിരുന്നു, അമ്മാതിരിയായിരുന്നു. കാരണം അവൾ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ അവളും കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ മൂടൊക്കെ അങ്ങ് സെറ്റായി. അങ്ങനെ ഞങ്ങൾ പിന്നെ കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവളുടെ കുറേ നല്ല സിംഗിൾ ഫോട്ടോസ് കിട്ടിയപ്പോഴത്തേനും പിന്നെ ഞങ്ങൾ ഷൂട്ടൊക്കെ നിർത്തി. ഹലോ, അപ്പൊ നമ്മള് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് തിരിച്ചു വന്നു കേട്ടോ. ഞങ്ങൾ വന്നിട്ട് ഹെയ്സുവിനെ ഒക്കെ വിളിച്ചോണ്ടിരിക്കുകയാണേ. കാണുന്ന ഹെയ്സു, ഇതാണ് ഞങ്ങളുടെ ഹെയ്സു. ഹെയ്സു കുട്ടാ, ഹായ് പറ. ഹലോ, ഇതാണ് ഞങ്ങളെ ഹെയ്സു കുട്ടൻ. ഇവിടെ 8 മണിയായി. ഞങ്ങള് വന്നിട്ട് ഒരു 10-15 മിനിറ്റ് ആയതേ ഉള്ളൂ. നമ്മളെ ഡ്രസ്സൊക്കെ മാറ്റിയത് അവളുടെ പ്ലേ പെന്നിനകത്ത് കിടന്ന് കളിപ്പുണ്ട്. അയ്യോ, ഫോട്ടോ എടുക്കാൻ പോയി വളരെ കഷ്ടപ്പാടുണ്ട്. ആദ്യം പാർക്കിൽ പോയപ്പോ ഇവിടെ നല്ല രസമായിരുന്നു. പാർക്കിൽ പോയപ്പോ നന്നായിട്ടൊക്കെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുള്ള് ഇവക്ക് ഉറങ്ങാനുള്ളൊരു ഗ്യാപ്പ് കിട്ടില്ല. ഒരു അരമണിക്കൂറൊക്കെ ഉറങ്ങാൻ ഗ്യാപ്പ് കിട്ടിയിരുന്നെങ്കിൽ അവള് സെറ്റായിട്ട് ഉറങ്ങുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഇത് ഫോട്ടോസ് ഒന്നും കിട്ടിയിട്ടില്ല. ഫോട്ടോസ് കിട്ടുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുത്ത ചേട്ടൻ്റെ അക്കൗണ്ട് ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോളോ ചെയ്യണം കേട്ടോ. നമ്മൾ ഇൻസ്റ്റഗ്രാം ഐ ഡി കൊടുത്തേക്കാം. അപ്പൊ അതിലേക്ക് ജസ്റ്റ് കയറിയിട്ട് ഫോളോ ഒക്കെ ചെയ്യുക. ഫോട്ടോസ് ഒക്കെ ലൈക്ക് കൊടുക്കണം. നല്ല രസമുണ്ടായിരുന്നു ഫോട്ടോസൊക്കെ. പക്ഷെ അടിപൊളിയായിരുന്നു. ലാസ്റ്റ് ഇവള് കുറച്ചൊന്ന് ചിണുങ്ങിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അവിടെ നിന്നപ്പോഴത്തേനും അവിടെ നിന്ന് ചെടിയുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ കിളിക്കുമ്പോ അതെല്ലാം ഇങ്ങനെ കാറ്റത്ത് പറന്ന് വന്ന് അറിയുള്ളൂ. അതൊക്കെ പിടിക്കാൻ വേണ്ടി പോയത്. അങ്ങനെ ചിരിച്ച് നല്ല കുറെ നല്ല ഫോട്ടോസ് ഒക്കെ കിട്ടി. അപ്പൊ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാം.
കൂടുതൽ ഇൻസ്റ്റാഗ്രാമിലായിരിക്കും പോസ്റ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 2 അക്കൗണ്ടും കയറി നോക്കാം, ഫോളോ ചെയ്യാം. അപ്പൊ ഓക്കെ, ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ലൈക്ക്, ഷെയർ, കമന്റ്. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ ബൈ.